ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. എംപുരാനിലെ ഓരോ സാധനം എംപുരാനിന്റെ ടീം പുറത്തു വിടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഒബ്വിയസ്ലി റീസൺ ഈസ് ദിസ് ഈസ് മോഹൻലാൽ ഫിലിം, ദിസ് ഈസ് എ ലാലേട്ടൻ ഫിലിം. മലയാളം ഇന്ന് വരെ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ചിത്രം ആണ് എംപുരാൻ എന്നുള്ളത് യാതൊരു സംശയമില്ലാണ്ട് പറയാം, അടിവരയിട്ട് പറയാം. സോ ഇത് മലയാള സിനിമയെ ഏത് തലത്തിലേക്ക് എത്തിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം മാർച്ച് 27, 2025. സോ അതിന്റെ പോസ്റ്റർ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഡിസ്കഷൻ ചെയ്തതാണ്. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ വിഷയമായ കാര്യങ്ങളാണ് ഇതൊക്കെ. എംപുരാൻ എന്നുള്ള പേരും ലാലേട്ടനും ഒക്കെ പൃഥ്വിരാജ് സുകുമാരനും എല്ലാം ഒരു വിഷയമായ പേര് തന്നെയാണ്. അപ്പോൾ അവര് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ പുറത്തു വിടുന്ന സമയത്ത് നമ്മളെ ഉള്ളിലാണ് തീ, അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലാണ് ഒരു ആകാംക്ഷ. ഇതെന്താണ്, ഇവരെന്താണ് ഈ ചെയ്യുന്നത്, അല്ലെ എന്താണ് ഇവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഒരു വലിയൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. സോ എഗെയിൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ പോസ്റ്ററിന്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിട്ട് നമ്മളെ ചാനലിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇന്നല്ല, ഐ മീൻ 2-3 ദിവസം മുമ്പ് എഗെയിൻ ഞാനിത് ലേറ്റ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ലേറ്റ് ആണ്. ബട്ട് ഒബ്വിയസ്ലി ബിക്കോസ് ഓഫ് ദ ഒബ്വിയസ് റീസൺസ്. ബട്ട് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് രാവിലെ ഒരു 5:30 സമയത്താണ് എനിക്ക് തോന്നുന്നു 2 ദിവസമായി ഇത് വന്നിട്ട് ലാലേട്ടന്റെ ഒഫീഷ്യൽ പേജിൽ ഒരു വേൾഡ് വൈഡ് റിലീസ് ഓൺ മാർച്ച് 27 റാപ്പപ്പ്, അതിന്റെ റാപ്പ് ഫോർ L2 എംപുരാൻ ഒഫീഷ്യൽ പോസ്റ്റർ ഇറക്കി വിട്ടിട്ടുണ്ട്. ബിക്കോസ് ഇതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, പക്ക ഒഫീഷ്യലായിട്ട് പറഞ്ഞാണ് ഷൂട്ടിംഗ് കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഒരു പോസ്റ്റർ ഇറക്കി വിട്ടതാണ് ഈ സാധനം. എന്റെ മോനെ, ഇതെല്ലാം കാണുന്ന സമയത്ത് യജ്ജാതി, മലയാളത്തിലൊക്കെ ഈ യജ്ജാതി ഒരു പോസ്റ്റർ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ വേറെ തന്നെ ലെവലാണ്. ആ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കണം. എന്താണ് ആ മേക്കിംഗ് ക്വാളിറ്റി? ഈ ഒരു പോസ്റ്ററിൽ തന്നെ ആ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റി ഇങ്ങനെ നമ്മോട് ഇങ്ങനെ പറഞ്ഞു തരും, ഇതാണ് എംപുരാൻ എന്നുള്ളത്. ആൻഡ് തോക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു വനിത, ഒരു ആർമി വനിത മുമ്പിൽ നടുക്ക് സെന്ററിൽ നിൽക്കുന്നുണ്ട്. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ 3 ആൾക്കാർ, റൈറ്റ് സൈഡിൽ 3 ആൾക്കാർ. അവരൊന്നും മുഖമൊന്നും വ്യക്തമല്ല. പക്ഷെ ഈ ഒരു ആളെ മുഖം എത്ര സൂമാക്കി കഴിഞ്ഞാലും നമ്മൾ ഇത് ആരാണ് എന്താണ് എന്നുള്ളൊരു ഐഡിയ ഇല്ല. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റർ നമ്മൾ വേറെ ഏതോ ഒരു പോസ്റ്ററും കൂടി കണ്ടിട്ടുണ്ട്. ലാലേട്ടന്റെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ലാലേട്ടന്റെ ഒരു വലിയ ഗണ്ണ എന്തോ സംഭവം എടുത്തിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ. പിന്നെ കുറെ നടന്നു വരുന്ന സീൻ, 2 ഫോട്ടോ, ഐ മീൻ 2 പോസ്റ്റർ. ഈ ആ പോസ്റ്റർ അതേ സ്ഥലമാണ് ഇത്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബിക്കോസ് ഇത് ഞാൻ നോക്കുന്ന സമയത്ത് അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ അത് എടുത്ത് കാണിച്ചു തരാം. യെസ്, ഈ ഒരു സാധനത്തിന്റെ എവിടെയൊക്കെയോ ഈ ഒരു സ്ഥലത്താണ് ലൊക്കേഷൻ, ഇതൊക്കെയാണ് എന്നുള്ളത് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ, എൻ്റെ ഒരു നിഗമനം കേട്ടോ. ബിക്കോസ് ഇതൊരു വലിയൊരു സംഭവം നടക്കുന്ന ആ ഒരു നമുക്ക് ആ സിനിമയിൽ എങ്ങനെ പ്രതീക്ഷിക്കാം. ഇത് ലാലേട്ടനെ അല്ലെങ്കിൽ എംപുരാൻ എന്ന എബ്രഹാം ഖുറേഷിന്റെ ഒപ്പരമുള്ള ഗ്യാങ് ആണോ, അല്ലെങ്കിൽ അവർക്ക് എതിരെ വരുന്ന ഒരു ഗ്യാങ് ആണോ, ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു എതിരെ വരുന്നതായിരിക്കും. ലാലേട്ടനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എംപുരാൻ ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആർമി, ഒരു ഇന്റർനാഷണൽ ആർമി വരുന്ന രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു സെയിം ലൊക്കേഷനാണ്. ഹെലികോപ്റ്റർ അല്ല, ഇതിന്റെ പേരെന്താണപ്പാ, വേറെന്തോ ഉണ്ട്, ചോപ്പറാ, അങ്ങനത്തെ സംഭവമാണ്. ആ വില്ല വാറിലൊക്കെ കാണുന്ന സമയത്ത് ഇല്ലേ, പീരങ്കി, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. വാറെന്ന് പറഞ്ഞാൽ 1.5 വാറാണ് നടക്കാൻ പോകുന്നത്. എവിടെയാണ് എന്താണെന്ന് ഒരു രക്ഷയില്ല, ഒരു പിടിയില്ല. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർച്ച് 27 സംഭവം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ക്വാളിറ്റിയാണ്. ഇറക്കി വിടുന്ന പോസ്റ്ററിൽ തന്നെ ഉണ്ട് ഈ സിനിമ. നമുക്ക് എന്താണ് ഈ സിനിമ എന്ന് കാണിച്ചു തരുന്ന ഒരു വേറെ ലെവലാണ്. അത്രയുള്ള പോസ്റ്ററാണ് ഇറക്കി വിടുന്നത്. സോ ആസ് എ മോഹൻലാൽ ഫാൻ, ആസ് എ ലാലേട്ടൻ ഫാൻ, ആസ് എ മലയാളി ഓഡിയൻസ്, എനിക്ക് ഭയങ്കര ഗർവ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താണ് പറയാ, ഭയങ്കര സന്തോഷം, ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഈ ഒരു എംപുരാൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ കുട്ടി, നമ്മളെ ഈ പോസ്റ്ററിൽ കാണുന്ന, ഈ ഒരു പോസ്റ്ററിൽ കാണുന്ന മിഡിൽ നിൽക്കുന്ന ഒരു ആർമി ഓഫീസറാണ് വരുന്ന ആ ഒരു വുമൺ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. കരോളിൻ കൊസിയോൾ എന്ന് പറഞ്ഞതേ ഇയാളാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാ പേജിലൊക്കെ പോയി നോക്കി, കൺഫേംഡ് ആണ്. ബിക്കോസ് മൂപ്പർ കുറെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, എംപുരാന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് Caroline Koziol is an actress known for Line of Duty, Hollyoaks and Platform 7. She began her career in London theatre and she was nominated for Best Actress at the Los Angeles Film Festival for her role in Dreamcatcher. Okay, so anyway, ഹോളിവുഡിലൊക്കെ കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ച ഒരാളാണ്.
സോ ആരാണ് എന്നുള്ളതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട് കരോളിൻ. ഓക്കെ, കരോളിൻ കൊസിയോൾ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കരോളിൻ കൊസിയോൾ. നമ്മൾ ഇനി ഡോൺലി ഉണ്ടോ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരുണ്ടോ ആരാണ്ട് നമുക്കൊന്നും അറിയില്ല. പക്ഷെ കരോളിൻ കൊസിയോൾ എന്തായാലും ഉണ്ട്. സോ അങ്ങനെ കുറെ ഇന്റർനാഷണൽ ആക്ടേഴ്സിന് നമ്മൾ ഇതുവരെ കാണാത്ത കുറെ ആൾക്കാരും ഇതിലുണ്ട്. നമ്മൾ നേരത്തെ എംബ്രാനിൽ കണ്ടത് എബ്രഹാം ഖുറേഷിയുടെ കുറച്ചു കാലം പിന്നിട്ട കേരളത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആരായിരുന്നു കഴിഞ്ഞ 26 വർഷം, കഴിഞ്ഞ 25, 26 വർഷം, 30 വർഷം താങ്കൾ എവിടെയായിരുന്നു, നീ എന്ത് ചെയ്തിരുന്നു എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് എമ്പുരാനിൽ പറഞ്ഞു വെക്കുന്നത്. സോ അതിന്റെ ലാസ്റ്റൊക്കെ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ എന്താ കിളിപോയ അവസ്ഥയിലായിരുന്നു എന്താ ലൂസിഫറിന്റെ ക്ലൈമാക്സ് സീനൊക്കെ. സോ അതിൽ നിന്ന് തുടങ്ങുകയാണ് മക്കളെ എമ്പുരാൻ എവിടെയായിരുന്നു 26 വർഷം 30 വർഷം, എന്തൊക്കെ ചെയ്തു, ആരായിരുന്നു എന്നുള്ള സംഭവമാണ് ഈ എമ്പുരാനിലൂടെ കാണിക്കാൻ പോകുന്നത്. സോ ഞെട്ടാൻ തയ്യാറാവുക, അത്രേ പറയാനുള്ളൂ. ഞെട്ടാൻ തയ്യാറാവുക. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് എമ്പുരാൻ മുന്നേറുന്ന ഒരു അശ്വമേധം നമുക്ക് കാണാൻ പറ്റും. തിയേറ്ററിൽ പൂരപ്പറമ്പുകളാവും. ആ ഒരു രാജാവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഇത് ഹൈപ്പ് കൂട്ടുന്നതോ അല്ലെങ്കിൽ ലാലേട്ടനെ പൊക്കി പറയുന്നതോ അതൊന്നും അല്ല. വി ബിലീവ്. ആ ഒരു ബിലീഫ് ഉണ്ട്, വിശ്വാസമുണ്ട്. എന്തായാലും അതായത് പൃഥ്വിരാജ് സുകുമാരൻ, നമ്മൾ ലൂസിഫർ, ആ ഒരു ബ്രാൻഡ് മതി, എൽ ബ്രാൻഡ് അത് മതി ഈ സിനിമക്ക് പ്രതീക്ഷ കൂടാൻ വേണ്ടിയിട്ട്, ഹൈപ്പ് കൂടാൻ വേണ്ടിയിട്ട്. എന്തായാലും മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലായിരിക്കും മാർച്ച് 27 ശേഷം ബോക്സ് ഓഫീസിൽ നിങ്ങളും ഞാനും എല്ലാവരും കാണാൻ പോകുന്നത്. സോ ഗൈസ്, eagerly waiting for Empuran, one and only Mohanlal and our Laletan. So thank you so much guys for watching and keep watching and remember the name guys, Bald and Beard Reacts.